ഇറാനിലെ ടെഹ്റാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ എത്രയും വേഗം ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചിരിക്കുന്നു. ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണങ്ങളും ഈ സംഘർഷത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിനെയും തുടർന്ന് മേഖലയിൽ ഈ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഓപ്പറേഷൻ. സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്ന മോദി സർക്കാർ ഇറാനിലെ തങ്ങളുടെ ഈ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടപ്പിലാക്കി വരികയാണ്. ഒഴിപ്പിക്കൽ ശ്രമത്തിൻ്റെ ആദ്യപടിയായി 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെ വടക്കൻ ഇറാനിൽ നിന്ന് വളരെ സുരക്ഷിതമായിട്ട് മാറ്റിയാണ് അവരെ അതിർത്തി കടത്തി അർമേനിയയിലേക്ക് കൊണ്ടുപോയത്. ഇറാനിലെയും അർമേനിയയിലെയും ഇന്ത്യൻ മിഷനുകൾ സംയുക്തമായി യാത്രയ്ക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. തുടർന്ന് ഈ കഴിഞ്ഞ ജൂൺ 18 രാത്രിയാണ് അർമേനിയൻ തലസ്ഥാനമായ യെരേവനിൽ അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തുകയും ചെയ്തു. ഒഴിപ്പിക്കൽ പ്രക്രിയയ്ക്ക് സൗകര്യമൊരുക്കിയതിന് ഇറാനും അതേപോലെ അർമേനിയ സർക്കാരുകൾക്ക് ഇന്ത്യൻ സർക്കാർ നന്ദി അറിയിക്കുകയുമുണ്ടായി. വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമത്തിനായിട്ടുള്ള ആ പ്രതിബദ്ധത ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇറാനിലെ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് താരതമ്യേന സുരക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് മാറുവാൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി മറ്റു പൗരന്മാരെ കൂടി സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരുന്നു. ആ വ്യക്തികളെ ഒഴിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി സാധ്യമായ ഓപ്ഷനുകളിലൂടെയാണ് ഇത് നടപ്പിലാക്കുക. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ അടിയന്തര ഹെൽപ്പ് ലൈൻ വഴി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി അടുത്ത ബന്ധം പുലർത്തണമെന്നും വിവരങ്ങൾക്കും പിന്തുണയ്ക്കുമായി ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥാപിച്ചിട്ടുള്ള ആ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നും ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ ജൂൺ 15 ഇറാനിലെ ഇന്ത്യൻ എംബസി ഒരു ഉപദേശം പുറപ്പെടുവിച്ചിരുന്നു. എല്ലാ ഇന്ത്യൻ പൗരന്മാരും മറ്റ് ഇന്ത്യൻ വംശജരും എല്ലാവരും തമ്മിൽ സമ്പർക്കം പുലർത്തുവാനും അനാവശ്യമായിട്ടുള്ള ഒരു സഞ്ചാരം ഒഴിവാക്കുവാനും ഓരോ അപ്ഡേറ്റുകൾക്കായി എംബസിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പിന്തുടരാനുമാണ് ആവശ്യപ്പെട്ടത്. അതേസമയം ഇസ്രയേലും ഇറാനും അങ്ങനെ തുടർച്ചയായിട്ടുള്ള 6ാം ദിവസവും മിസൈൽ ആക്രമണം തുടരുകയാണ്. ബുധനാഴ്ച തന്നെ 600-ലധികം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇതിലും ഇറാനിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യ മന്ത്രാലയം പറയുന്ന ഒരു കണക്കനുസരിച്ച് മരണസംഖ്യ 585 ആണ്. എന്നാൽ നേരത്തെ ഇസ്രായേലിനെതിരെ ഹൈപ്പർസോണിക് മിസൈൽ തൊടുത്തതായി ഇറാനും അവകാശപ്പെട്ടിരുന്നു. നിലവിലുള്ള സംഘർഷത്തിലെ ആദ്യത്തെ ഒരു ആക്രമണമാണിത്. ഡെല്ലവീലിലും ഈ സ്ഫോടനങ്ങൾ നടന്നു. ഇറാനിയൻ ആക്രമണങ്ങളിൽ ഇതുവരെ 24 പേർ കൊല്ലപ്പെടുകയും 1300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത്. ബുധനാഴ്ചത്തെ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങൾ പ്രധാനമായും ടെഹ്റാനെ കേന്ദ്രീകരിച്ചു തന്നെയായിരുന്നു.